ഇറാനിലെ ക്രിസ്തുമസ് ആഘോഷം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ? അതാണ് 2024, അതായത് ഡിസംബർ. കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് ടെഹ്റാൻ സിറ്റിയിൽ വലിയ രീതിയിലാണ് ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഏകദേശം ഇസ്ലാമിക റവല്യൂഷന് ശേഷം ആദ്യമായിട്ട് ഇറാനിൽ വലിയൊരു കൂട്ടം ജനങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ലിങ്ക് അയച്ചിട്ട് അത് ഇടാം. നിങ്ങളത് കാണണം. അപ്പോഴേ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ പല സ്റ്റോറികളുണ്ട്. ഇറാനിലെ കൺവേർഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അവർ വലിയൊരു വിഭാഗം ക്രൈസ്തവരാകുന്നു. അവർ ഹിജാബ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രം ഹിജാബ് ഉപയോഗിക്കും. ഗവൺമെൻറ് ആ ഹിജാബ് നിർബന്ധം എടുത്തു മാറി. ഇപ്പം അതിൻ്റെയൊക്കെ വിസിബിലിറ്റി ഉള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ടെഹ്റാൻ സിറ്റിയിൽ കൂടെയാണ് പോകുന്നത്. 3-4 ദിവസം മുമ്പുള്ള വീഡിയോ അതിൻ്റെ ഒരു സുഹൃത്ത് ഇത് അയച്ചു തന്നത്. അതായത് മനസ്സിലാക്കുക, നവംബർ 30 ഞാനിത് പറയുന്നത്. അവിടെ ഹിജാബ് നിർബന്ധമല്ലാതാക്കി. അതിനൊക്കെ ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ മലയാളം മീഡിയ അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയത്. എന്താണ് ഈ സംഭവം? ഞാനത് അറബ് മീഡിയയിൽ നിന്ന് കൺഫേം ചെയ്തെടുത്തതാണ്. മനസ്സിലാക്കുക, ഞാനൊരു ഇത്രയോ വർഷം ഡൽഹിയിൽ ജോലി, എനിക്ക് പല സോഴ്സുകളുണ്ടെങ്കിലും വിവരം അറിയാനും കിട്ടാനും. അങ്ങനെയാണത് എടുക്കുന്നത്. പിന്നെ എന്താണ് സംഭവം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഇത്ര വലിയ സംഭവമായിട്ട് അവിടെ മാറ്റിയത്? അതായത് പുതിയ പ്രസിഡൻറ്റ് മുഹമ്മദ് മസൂദ് പെഷഷ്കാൻ. അപ്പം അദ്ദേഹം തന്നെയാണ് അനൗദ്യോഗികമായിട്ട് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ആഘോഷിക്കാം, നിങ്ങൾക്കവിടെ ചർച്ചിൽ പരസ്യമായിട്ട് പോകാം. കാരണം ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ മറ്റുള്ളവരല്ല, ഇസ്ലാമിക റവല്യൂഷന് ശേഷം മറ്റുള്ള കാഫിറാണ്. അവർ രഹസ്യമായിട്ട് വേണമെങ്കിൽ നടത്തിക്കോണം. എന്താണ് സൗദി അറേബ്യ പരസ്യമായിട്ട് പള്ളികളുണ്ട്, ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? കാരണം അവിടെ നടത്താം. പിന്നെ ഇനി അവിടെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം ഇറാനിലത് അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്മസ് മാർക്കറ്റ്, അതിഭയങ്കരമായ ക്രിസ്മസ് മാർക്കറ്റ്, യൂറോപ്പിനേക്കാളും ഭയങ്കരമായ മാർക്കറ്റാണെന്ന് കാണാം. ജനങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ആ ഒരു വലിയ ചേഞ്ച് ഉണ്ടായി. നോക്കൂ, അവിടെ ആ വീഡിയോയ്ക്കകത്ത് ചാക്കിട്ട് പോകുന്ന എത്ര പേര് സ്ത്രീകളെ നിങ്ങൾ കണ്ടോണം. അതിൻ്റെ അകത്ത് ഹിജാബ്, തലയിൽ ആ തുണി പോലും വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അതാണ് ചേഞ്ചസ്. മനസ്സിലാക്കുക. അവിടെ ചില ആൾക്കാരൊക്കെ തുണിയിട്ടേക്ക് തല പറിച്ചേക്ക് നല്ല തണുപ്പ്, അതിൻ്റെ പേരിലാണ്. അല്ലാതെ അവരുടെ മതപ്രതീകമായ ഹിജാബും മണ്ണാങ്കട്ടയൊന്നും അല്ല. അതായത് അവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ തുടങ്ങി. അതിന് കാരണക്കാരൻ ഇസ്രായേൽ. ഇതിന് എന്തായാലും മറ്റു പല കാര്യങ്ങളുണ്ടായത്. അതായത് അൺഡിക്ലെയർഡായിട്ട് ഇറാനിയൻ ഗവൺമെൻറ് അവിടെ സോഷ്യൽ മീഡിയ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു, ഇനി മുതൽ അമേരിക്കയും ഇസ്രായേലിനെയും മോശമായ രീതിയിൽ പറയുന്ന വീഡിയോകളോ കമൻറ്റുകളോ സോഷ്യൽ മീഡിയയിലൂടെ ഇടരുത്. അടുത്ത തീരുമാനമാണ്. കാരണം അവിടെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ, കാരണം അമേരിക്കയ്ക്ക് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ഫാനുകൾ ഉണ്ടായ രാജ്യം എന്ന് പറഞ്ഞ് ഇറാന്. അതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ സുഡാപ്പികൾ മനസ്സിലാക്കുക. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ഫാനുകളുള്ള അവരുടെ രാജ്യത്തേക്കാളും ഇപ്പം ഇറാനിലായി മാറി. കാരണം സ്വാതന്ത്ര്യം അവർക്ക് കിട്ടി. കാരണം ഒറ്റ ബോംബിങ്ങിൽ 2.5 മണിക്കൂർ കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി. കാരണം പേടിച്ചു പോയി. ഇതാണ് ഉണ്ടായത്. ഇപ്പോൾ കോഴിക്കോടുള്ള സാറ്റലൈറ്റ് ചാനല് അവർ മനസ്സിലാക്കി എന്താണ് ഇറാനിൽ സംഭവിച്ചത്. കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകാർ അവരും മനസ്സിലാക്കി എന്താണ് ഇറാനിൽ സംഭവിച്ചത്. അതായത് വലിയ മാറ്റം തന്നെ അങ്ങ് സംഭവിച്ചു. ആലോചിച്ച് നോക്കൂ, അവിടെ ക്രിസ്തുമസ് ഇത്ര ഗംഭീരമായിട്ട് ടെഹ്റാൻ സിറ്റിയിലും മറ്റു പല സിറ്റികൾ ഇസ്ലാമിക റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻറ്റുകൾ നടന്ന സിറ്റികളിൽ ആഘോഷിക്കുകയാണ് ജനങ്ങൾ. അതിന് നിങ്ങൾ ഇത്രയും ക്രിസ്ത്യാനികൾ അവിടെ കുറച്ച് അർമേനിയൻസ് ഉണ്ട്, ചില ഇതുണ്ട്. അവർക്കാണ് ഒരു സ്വാതന്ത്ര്യമില്ല. പിന്നെ ഇവിടെ എത്രയും ക്രിസ്ത്യാനികൾ. ഇതാണ് ഞാൻ പറഞ്ഞ വലിയൊരു വിഭാഗം അവിടെയുള്ളവർ മാസീവായിട്ടാണ് കൺവേർട്ട് ചെയ്തത്. അതിൻ്റെ സംഭവമാണ് വിസിബിളായിട്ട് കാണുന്നത്. അതാണ് ഞാൻ ഈ മാസ അമീനിയുടെ ഇഷ്യൂ മുതൽ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ് ഇറാനിൽ ഉണ്ടാകാൻ പോകുന്നത്? ആ മാറ്റമാണ് ഇറാനിൽ കാണുന്നത്. ഈ മറ്റൊരു സംഭവമുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷം, അതായത് കാരണം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ഓയിലും ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അവിടെ എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ 3-4 ആഴ്ച കൊണ്ട്
ഗവൺമെൻറ് അവിടുത്തെ സ്കൂളുകൾ മുഴുവൻ അടച്ചിട്ടു. അതായത് അവർക്ക് എനർജി സ്കൂളിൽ പ്രവർത്തിക്കാൻ വേണ്ടി, കാരണം എങ്ങനെ സ്കൂളിൽ ഇലക്ട്രിസിറ്റി വേണം, അതാണ് ബേസിക്കലി ഇതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള എനർജി സപ്ലൈ അവിടെ നടക്കുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും സംഭവമുള്ളവർക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചതെന്ന്? കേരളത്തിലെ ചില സുഡൂക്കൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അതാണ് റിയാലിറ്റി. അവിടുത്തെ പ്രസിഡന്റ് തന്നെ അവിടുത്തെ സെലിബ്രിറ്റിയെ വെച്ച് ക്യാമ്പയിൻ നടത്തുകയാണ്. കുറച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാവൂ, ലൈറ്റുകൾ ഓഫ് ആക്കണം. ഇതിൻ്റെ കാര്യം എന്താ? റീസൺ എന്ത്? ഇത്രമാത്രം ഇലക്ട്രിസിറ്റി പവറും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന രാജ്യത്ത്, കാരണം ഇതിന് മുഴുവൻ മൈനിങ് അവിടെ നടക്കുന്നത്, ക്രൂഡാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും. എന്താണ് ഈ പ്രശ്നം ഉണ്ടായത്? 17ഓളം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് പ്ലാന്റ്, അതായത് ഗ്യാസ് കൊണ്ട് അടച്ചിട്ടേക്കുക, സാധനം കിട്ടുന്നില്ല. ഇന്നിവിടെ സ്റ്റോക്ക് കിട്ടാത്ത അറിയോ എന്താ സംഭവിച്ചതെന്താണെന്നറിയോ? ഇത് ഇസ്രായേൽ അവിടെ ബോംബ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ മേജറായിട്ടുള്ള 2 പൈപ്പ് ലൈനുണ്ട്. ഇത് വരുന്നത്, ഇത് പോകുന്നത്, പല സിറ്റികളിലോട്ട് പോകുന്നത്. ഇത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചു അവിടെയുള്ള ആൾക്കാരെ കൊണ്ട്. അതായത് ഇത് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് തിരിച്ചു പണിയുവാനുള്ള ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് സംഭവങ്ങളോ ഇറാനിയൻ ഗവൺമെൻറ്റിന് സാങ്ഷൻ അതിൻ്റെ പേരിൽ കിട്ടുന്നില്ല. സംഭവം യഥാർത്ഥം മനസ്സിലാക്കുക. സാങ്ഷനാ പല രാജ്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതിൻ്റെ പേരിൽ എക്യുപ്മെൻറ്റ്സ് സാധനം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, അവിടെയുള്ള ഈ റിഫൈനറിയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഏജ്ഡ് ആണ്. ഈ സാധനം വളരെ പഴയതാണ്. ഇതിനകത്തെല്ലാം നിങ്ങളിപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അതിൻ്റെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡാണ് എല്ലാം. ഞാൻ ആ രീതിയിലാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നതും. റിഫൈനറി ആണെങ്കിലും ഓയിൽ ബ്ലോക്സ് എല്ലാം നടക്കുന്നത്. ഉറപ്പായിട്ട് ഇറാനിലും അമേരിക്കൻസായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അമേരിക്കൻ കമ്പനികളായിരുന്നു, യൂറോപ്യൻ കമ്പനികളായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അവരെല്ലാം കൂടെ ഏറ്റെടുത്തേക്ക് നടത്തി. പിന്നെ സാങ്ഷനായി, പ്രശ്നമായി, ബഹളമായി. ഈ എല്ലാ രാജ്യങ്ങളും സാങ്ഷൻ ഏർപ്പെടുത്തി. അപ്പോൾ ഈ ഏജായിട്ട് പ്രായമായിട്ടുള്ള കാരണം റിപ്പയർ ചെയ്യണം. ഒരു പരിധിക്കുള്ളൊന്നും അവിടെയുള്ള ചില ടെക്നോളജി ഉപയോഗിച്ച് റിപ്പയർ ചെയ്യാം. ബാക്കിയുള്ള ഡീപ്പായിട്ട് കയറി റിപ്പയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടാകത്തുള്ളൂ. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്നോളജികളും ഓയിൽ റിഫൈനറി ആയിട്ടും ഓയിൽ ബ്ലോക്സുമായിട്ടുണ്ടായി. അതൊന്നും ഇവർക്ക് അവൈലബിൾ അല്ല. ചില ആൾക്കാർ ഞാൻ ചില വീഡിയോയിലൊക്കെ പറയാം, താഴെ വന്ന് കമൻറ്റ് ചെയ്യും, ഇറാൻ എന്ന് പറയുന്ന ഭയങ്കര ടെക്നോളജി നാടാ. ഉണ്ടോ? ആ സാധനം അവിടെ ഇല്ലാതായിപ്പോയി. കാരണം മറ്റുള്ള രാജ്യങ്ങൾ ഇത് കൊടുക്കില്ല. അതിൻ്റെ പേരിൽ എന്താ? ഇതിൻ്റെ എഫിഷ്യൻസി കുറച്ചു, ഏജ് ആയിട്ട്. കാരണം കൂടുതലിത് വളരെ വർഷമായി, കാരണം പൂർണ്ണമായിട്ട് ഇത് റിപ്പയർ ചെയ്ത് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന അത്രയും ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഇറാനെ സംബന്ധിച്ച് ഇഷ്ടം പോലുണ്ട്. പക്ഷേ എക്യുപ്മെൻറ്റ്സ് ഏജായി ഈ പറയുന്ന പ്രായോഗികമായ ടെക്നോളജി അവർക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ ഷോർട്ടേജാണ് ഇതിൻ്റെ ഏറ്റവും കാരണം ഇനി സമ്മർ അങ്ങോട്ട് വരാൻ പോവുകയാണ്. ഈ സമ്മർ നല്ല ചൂടാണ്. കാരണം അവിടെ പവറിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം വളരെ കൂടുതലാണ്. ഇപ്പോഴെന്താ സ്കൂളിൽ പറഞ്ഞേക്കുന്നത് ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ്സിനാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഓൺലൈൻ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലും വർക്ക് ചെയ്തില്ല. ടീച്ചേഴ്സിൻ്റെ കമൻറ്റാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് എഴുതുന്ന റിപ്പോർട്ട് എടുത്ത് വായിച്ചത് നോക്ക്. അവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഫാക്ടറികൾ, പ്ലാന്റുകൾ അതെല്ലാം അടച്ചിട്ടേക്കുക. കാരണം സപ്ലൈ ചെയ്യാൻ ഈ സാധനം കാറുകൾ ഓടുന്ന റേഷനായിട്ട് കൊടുക്കുക. ഈ രീതിയിലോട്ട് ഇറാനെ ആരാ കൊണ്ടുപോയത്? ഇസ്ലാമിക റവല്യൂഷൻ, ഇസ്ലാമിക ഭരണം, ഈ പറയുന്ന അലി ഖമേനിയും കൂട്ടരും. അതായത് ആ രാജ്യത്ത് അതിൻ്റെ കൂടെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെ നടക്കുന്നത്. എന്താ അവരുടെ പ്രസിഡന്റ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്? 1 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാണ്. അതായത് ഇറാനിയൻ ഭരണകൂടം അവർ ആധ്യാത്മിക നേതാവിനെ മൂലക്കിരുത്തി. എന്നിട്ട് അവർക്ക് തന്നെ മനസ്സിലായി ഇനി ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ അമേരിക്കയുമായിട്ട് ബാക്ക് ഡോർ ടോക്സ് സ്റ്റാർട്ട് ചെയ്തു. കാരണം അവരുടെ പ്രോക്സി മുഴുവനും തൊലഞ്ഞു പോയി. ഇനി അമേരിക്കയുടെയും വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ പോകാൻ പറ്റത്തില്ല. പിന്നെ മറ്റൊരു ഇറാനിയൻ ഒരു സീനിയർ നേതാവിനെ കോട്ട് ചെയ്ത് ഒരു അറേബ്യൻ പത്രം, ഞാൻ അന്ന് നേരത്തെ പറഞ്ഞില്ല ഹിജാബ് നിരോധനം, അതായത് ഹിജാബിൻ്റെ സംഭവം മാൻഡേറ്റ് അതെടുത്ത് ആ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തു. സീനിയറായിട്ടുള്ള ഇറാനിയൻ നേതാക്കൾ അമേരിക്കയുമായിട്ട് ടോക്സ് നടത്തുമ്പോൾ അമേരിക്ക പറയുന്ന ഒറ്റ ഒരു സംഭവമാണ്, ഒരിക്കലും ഇസ്രായേൽ നിങ്ങളുടെ ശത്രു രാജ്യമാകാൻ പാടില്ല.
അത് ഈ പറയുന്ന ഇറാനിയൻ ഭരണകൂടം അംഗീകരിക്കാൻ തയ്യാറാണ്. അതായത് ഒരു സമയത്ത് ഡെത്ത് അമേരിക്ക, ഡെത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇറാൻ്റെ ഗതികേട് കേരളത്തിലെ സുഡൂസിനും ഈ പറയുന്ന മത തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇപ്പോഴും പിടികിട്ടിട്ട് എന്താണ് സംഭവിച്ചത്? സംഭവിച്ചു കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ട്. അതാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാകുന്നത്. അതേപോലെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇത്രമാത്രം പവർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ വണ്ടി ഓടിക്കാൻ റേഷൻ രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. കാരണം സാധനം ഇതവർക്ക് കൊണ്ടുവരാനും പറ്റുന്നില്ല. കാരണം പൈപ്പ് ലൈൻ പൊട്ടിപ്പോയി. വളരെ ഇതായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇന്ത്യ നല്ലപോലെ ഇന്ത്യയും ചൈനയും ശരിക്കും ഇറാനിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നുണ്ട്. അതുപോലെ സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ആ രീതിയിലാണ് പോകുന്നത്. മനസ്സിലാക്കുക. അപ്പോഴും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തപ്പം ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്തില്ല. കാരണം ആ രാജ്യം തകർന്നു പോകും, ജനങ്ങൾ തകർന്നു പോകും. അപ്പോൾ അതോടുകൂടിയാണ് ഇസ്രായേലിൽ അവിടെ ഫാനുകളുണ്ടായി മാറിയത്, അമേരിക്കൻ ഫാനുകളുണ്ടായി മാറിയത്. ഖത്തർ വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഇറാനിയൻ പ്ലെയേഴ്സ് അവിടെ ഇറാൻ്റെ ദേശീയ ഗാനം പാടി മിണ്ടാതിരുന്നു. അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ട് ഇറാൻ തെരുവുകളിൽ പ്രകടനം നടന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ലോകം മാറി. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം വളരെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുക. കാരണം ഇന്ത്യക്കാരന് ഓൺ അറൈവൽ വിസയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കും എന്താണ് ഇറാനിൽ സംഭവിച്ചത്. ഉറപ്പായിട്ടും ഇറാൻ ഈ പറയുന്ന രാജ്യങ്ങളായിട്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഇറാൻ ലോകത്തിലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ വലിയ ശക്തിയാകാം. പക്ഷേ ഒരു കാരണവശാലും അത് പിന്നെ ഷിയ മത രീതിയിലുള്ള സർക്കാരല്ല അവിടെ ഉണ്ടാകാൻ പോകും. ആ മാറ്റങ്ങളാണ് ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.